പ്രത്യേക സർജറികൾക്ക് നമ്മൾ ഇതേപോലെ തലച്ചോറിന്റെ ബോധം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഫങ്ഷൻസ് കുറച്ചും കൂടി മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർജറികൾക്ക് അവേക്ക് ക്രേനിയോട്ടമി എന്ന് പറയും. ഹലോ വൈശാഖ്, എന്തുണ്ട് വിശേഷം? സുഖം. ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞോ? കേസൊക്കെ കഴിഞ്ഞു. ആണോ? ഒരുപാട് കേസ് ഉണ്ടായിരുന്നു ഇന്ന്? 2 കേസ് ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ. ബ്രെയിൻ കേസ് സർജറി ഒക്കെ ഉണ്ടായിരുന്നു. അവേക്ക് ക്രേനിയോട്ടമി ഉണ്ടായിരുന്നു. അവേക്ക് ക്രേനിയോട്ടമി അതെന്താ സംഭവം? എന്താണ് അവേക്ക് ക്രേനിയോട്ടമി? അനസ്തീഷ്യ കൊടുക്കാതെ പേഷ്യന്റ് ഉണർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു സർജറി, ഒരു പ്രൊസീജിയർ. ഓ, അപ്പം പേഷ്യന്റിന് വേറെ വേദനയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? അത് വളരെ ക്യൂറിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അവേക്ക് ക്രേനിയോട്ടമി എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ സർജറി ചെയ്യുമ്പോൾ പേഷ്യന്റിനെ അനസ്തീഷ്യ കൊടുത്ത് വെന്റിലേറ്ററിലോട്ട് മാറ്റി ടോട്ടലി ബോധം കെടുത്തിയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അവേക്ക് ക്രേനിയോട്ടമി എന്ന് പറയുന്നത് പേഷ്യന്റ് ബോധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ സർജറി ചെയ്യും. അപ്പോൾ വേദനയോ ഒന്നും ഉണ്ടാവില്ല? അപ്പോൾ വൈശാഖിനെ അറിയുന്ന പോലെ തന്നെ നമുക്ക് വേദന അറിയുന്നത് തൊലി, അതുപോലെ തന്നെ എല്ല്, ഈ ഭാഗങ്ങളിലൊക്കെയാണ് വേദന അറിയുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ വേദന അറിയാതിരിക്കാൻ മരവിപ്പിച്ചിട്ട് നമ്മൾ ബ്രെയിനകത്തോട്ടേക്ക് പോകും. വൈശാഖിനെ അറിയുന്ന പോലെ തന്നെ ബ്രെയിൻ ഒരു പെയിൻ ഇൻസെൻസിറ്റീവ് ആണ്, വേദന അറിയുന്ന ഒരു സ്ട്രക്ചർ അല്ല. അപ്പം ഈ തലച്ചോറിന്റെ പല കാര്യങ്ങൾക്ക്, ചില പ്രത്യേക സർജറികൾക്ക് നമ്മൾ ഇതേപോലെ തലച്ചോറിന്റെ ബോധം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഫങ്ഷൻസ് കുറച്ചും കൂടി മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർജറികൾക്ക് നമ്മൾ ഈ അവേക്ക് ക്രേനിയോട്ടമി. ഇതാണ് അപ്പോൾ ഫങ്ഷണൽ ന്യൂറോ സർജറി എന്ന് പറയുന്ന ഏറെക്കുറെ ഫങ്ഷണൽ ന്യൂറോ സർജറിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവേക്ക് ക്രേനിയോട്ടമി. ഈ അവേക്ക് ക്രേനിയോട്ടമിയിൽ അപ്പോൾ എന്തൊക്കെ ടൈപ്പ് പേഷ്യൻസിനെയാണ് നിങ്ങൾ സാധാരണ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് അതൊരു പേഷ്യന്റ് അവേക്ക് ക്രേനിയോട്ടമി വേണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക? വൈശാഖിനെ അറിയുന്ന പോലെ തന്നെ നമ്മുടെ തലച്ചോറിന് ഓരോ ഭാഗത്തിനും ഓരോ ഫങ്ഷനുണ്ട്. അപ്പം ഇതിൽ ചില ഫങ്ഷൻസ്, പ്രത്യേകിച്ച് നമ്മുടെ സംസാരം, അതേപോലെ തന്നെ മെമ്മറി, ഈ കാര്യങ്ങളൊക്കെ പേഷ്യന്റ് നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ ഭാഗങ്ങളിൽ വരുന്ന എന്ത് കാര്യങ്ങൾക്കും, ഒരു പക്ഷേ ഈ ഭാഗങ്ങളിൽ വരുന്ന ട്യൂമർ, ഈ ഭാഗങ്ങളിൽ വരുന്ന ഏതെങ്കിലും രക്തക്കുഴലുകളുടെ അപാകത, അപ്പൊ ഈ ഭാഗങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ കാരണമോ അല്ലെങ്കിൽ ആ ട്യൂമർ അവിടെ നിന്ന് മാറ്റുന്നത് കാരണമോ ഈ പറയപ്പെടുന്ന പ്രവൃത്തികൾ, ഈ പറയപ്പെടുന്ന ഫങ്ഷൻസ് എന്തെങ്കിലും പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒന്ന് മോണിറ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ബോധം കെടുത്തി ഫുൾ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നമുക്കിത് അറിയാൻ പറ്റില്ല. അതേസമയം നമ്മൾ പേഷ്യന്റ് ഉണർത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫങ്ഷൻസ് പലപ്പോഴും മനസ്സിലാക്കി തന്നെ, പേഷ്യന്റ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്യും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ പേഷ്യന്റിനെ പരിശോധിക്കും. അതെ. അപ്പോൾ ഇന്ന് ഉദാഹരണത്തിന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ, പേഷ്യന്റ് ഒരു ഫാദർ ആകാൻ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ എണ്ണാനും അതുപോലെ തന്നെ പാട്ട് പാടാനും പറഞ്ഞു. അപ്പം ഹി വാസ് സിംഗിങ് എ സോങ്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. നമ്മൾ അക്കൂട്ടത്തിൽ സർജറി ചെയ്തു. അപ്പോൾ നമ്മുടെ അനസ്തീഷ്യ ടീം പുള്ളിയുടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് പുള്ളിയുടെ ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പുള്ളിയുടെ സ്പീച്ചും അസസ് ചെയ്യാൻ പറ്റുന്നു, പുള്ളിയുടെ മെമ്മറി അസസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കും അത് അത്യാവശ്യം ഒരു നല്ലൊരു ഫീല്, അതായത് പാട്ടൊക്കെ പാടി ചെയ്യുന്നു. പുള്ളിക്കും ആ ഒരു ടെൻഷൻ ഈസ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് നമ്മളോട് സഹകരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ അദ്ദേഹം പാടുന്ന പാട്ടിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഏരിയയിലോ സംസാരത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെമ്മറിയുടെ ഭാഗത്തോ കൂടിയാണ് നമ്മൾ പോകുന്നതെന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇൻട്രാ ഓപ്പറേറ്റീവ് നെർവ് മോണിറ്ററിംഗ്, ന്യൂറോ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ വെക്കും. അതിലും കൂടി നമുക്കൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ കിട്ടും നമ്മൾ ഏത് ഭാഗത്തുകൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ അപസ്മാരത്തിന്റെ സർജറി പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ അപസ്മാരത്തിന് ചെയ്യുന്ന ന്യൂറോ സർജറി പ്രൊസീജിയേഴ്സിൽ ഈ അവേക്ക് ക്രേനിയോട്ടമി ഉപയോഗിക്കാറുണ്ട്. എക്സാക്ട്ലി. ഈ അപസ്മാരത്തിന്റെയും പ്രശ്നം ഇത് തന്നെയാണ്. അപസ്മാരം, നമ്മൾ സാധാരണഗതിയിൽ അപസ്മാരം തലച്ചോറിൽ നിന്ന് ഏത് സ്ഥലത്തു നിന്നാണ് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു പഠനം നടത്തും. അതിനെ നമ്മൾ എപ്പിലെപ്റ്റോജനിക് സോൺ എന്ന് പറഞ്ഞാൽ അപസ്മാരം ഉണ്ടാക്കുന്ന സോൺ. അത് പലപ്പോഴും ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായിരിക്കും, അത് വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മൾ ആ അപസ്മാരം ഉണ്ടാക്കുന്ന സ്ഥലം മാക്സിമം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് കൊണ്ട് നമുക്ക് ഗുണം കിട്ടാത്ത അപസ്മാരത്തിൽ ഒരു പ്രതിവിധി കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ പോകുമ്പോഴും ഈ പറയപ്പെടുന്ന രീതിയിലുള്ള സംസാരമോ മെമ്മറിയോ ഒക്കെ തന്നെ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാക്സിമം അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതെയും അപസ്മാരം ഉണ്ടാക്കുന്ന സോൺ മാക്സിമം എടുക്കാനും നമുക്ക് ഈ അവേക്ക് ക്രേനിയോട്ടമി പോലത്തെ പ്രൊസീജിയർ ഉപകാരമാണ്. ഈ നമ്മൾ സാധാരണ ചെയ്യുന്ന ന്യൂറോ സർജറി, ഇപ്പോൾ അനസ്തീഷ്യ കൊടുത്ത് മയക്കിയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ന്യൂറോ സർജറി പ്രൊസീജിയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ അവേക്ക് ക്രേനിയോട്ടമിക്ക് എങ്ങനെയാണ് അതിൻ്റെ ഈ പറഞ്ഞ സർജറി സമയത്തുള്ള റിസ്ക് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞുള്ള റിസ്ക് കമ്പയറബിൾ ആണോ, അതോ കൂടുതലാണോ കുറവാണോ, എങ്ങനെയാണ്? നമ്മൾ ആസ് സച്ച് കേസ് ബൈ കേസ് എടുക്കുന്ന സമയത്ത്
ഏതൊരു ന്യൂറോ സർജിക്കൽ പ്രൊസീജിയറിനുമുള്ള റിസ്ക് തന്നെയാണ് അവേക്ക് ക്രേനിയോട്ടമിക്ക് ഉള്ളത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവേക്ക് ക്രേനിയോട്ടമി എല്ലാവരെ കൊണ്ടും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതായത് നമ്മൾ അപ്പം ആ അവേക്ക് ക്രേനിയോട്ടമി ഉള്ള സമയത്ത് ആ ഒരു രോഗി ബോധത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, രോഗിയുടെ കോംപ്ലിക്കേഷൻ. അപ്പോൾ ആ രോഗി നമ്മളുമായി സഹകരിക്കുമോ ഇല്ലെന്നുള്ളത് നമുക്കറിയണം. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, ഭയങ്കര പരിഭ്രാന്തിയുള്ള വ്യക്തികൾ ഉണ്ടാകാം. അവർക്ക് ചെറിയ കാര്യങ്ങൾ മതി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വിഭ്രാന്തിയാവും. അങ്ങനെയുള്ള രോഗികൾ പലപ്പോഴും ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാറില്ല. അപ്പം ഈ ഒരു അവേക്ക് ക്രേനിയോട്ടമി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ ന്യൂറോ അനസ്തീഷ്യ ടീം വന്ന് ഈ രോഗിയുമായിട്ട് ഒരു സമ്പർക്കം നടത്തുകയും ഈ രോഗി ഈ പറയുന്ന ഒരു പ്രൊസീജിയറുമായി പോകാൻ അവർ പ്രാപ്തരാണോ, രോഗിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കും. കാരണം ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് അത്ര ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ജീവിതത്തിൽ ആരും തന്നെ കയറരുത് എന്ന് പലപ്പോഴും പ്രതീക്ഷിക്കുന്നതും അവർ പ്രാർത്ഥിക്കുന്നതും ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനത്തെ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു പരിചയം കൊടുക്കുകയും എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് രോഗിയെ പരിചയപ്പെടുത്തുകയും രോഗി ഇതുമായിട്ട് കംഫർട്ടബിൾ ആണ്, അതുമായിട്ട് നല്ല പൊരുത്തപ്പെട്ടു പോകാൻ അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായും അവരെ ഈ അവേക്ക് ക്രേനിയോട്ടമിയിലോട്ടേക്ക് പരിഗണിക്കും. അല്ലാത്തടത്തോളം ഈ അവേക്ക് ക്രേനിയോട്ടമിക്ക് മറ്റ് സർജറിയുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. റിസ്ക് റേഷ്യോസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ അനസ്തീഷ്യ കൊടുക്കുന്നതിന്റെ ഒരു റിസ്ക് ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. പക്ഷെ നമ്മൾ ഒരു മറുവശം ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ അവേക്ക് ക്രേനിയോട്ടമി നടത്തുന്ന പേഷ്യൻസ് അവേക്ക് ക്രേനിയോട്ടമി നമ്മൾ ഒരുപാട് സ്റ്റിമുലേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പറേഷന് ശേഷം ഇവർക്ക് സീഷർ, ജെന്നി അല്ലെങ്കിൽ അപസ്മാരം വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അതിന്റെ പ്രൊട്ടക്ഷൻ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ബാക്കിയുള്ളതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് കൊടുക്കും. താങ്ക് യു.